കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നത്. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വരില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കാരണം ഹമാസ് ഇസ്രായേലിന്റെ ബന്ദികളെ മോചിപ്പിക്കാനായി തയ്യാറായിരുന്നില്ല. ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ ലിസ്റ്റ് പോലും, ഇസ്രായേലിന്റെ ബന്ദികളുടെ ലിസ്റ്റ് പോലും ഹമാസ് ഇസ്രായേലിന് കൊടുക്കാൻ തയ്യാറായില്ല. അതേസമയം ഇസ്രായേൽ കൃത്യമായി ഹമാസിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹമാസ് ആ ലിസ്റ്റ് കൊടുത്തു. പോരാത്തതിന് ബന്ദികളെ മോചിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹമാസിന് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഹമാസിന് വലിയ തിരിച്ചടി നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹമാസിന്റെ കമാൻഡർ മർവാൻ ഈസയുടെ മരണമാണ്. അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പ് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമായിരുന്നു ഗാസയിൽ നടത്തിയിരുന്നത്. ആ കനത്ത വ്യോമാക്രമണത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഹമാസിന്റെ കമാൻഡറായിട്ടുള്ള മർവാൻ ഈസയുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കമാൻഡർ മർവാൻ ഈസ ജനുവരി 19 ഞായറാഴ്ച രാത്രി അൽ മനാർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ മുൻ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ഡീഫിന്റെ ഡെപ്യൂട്ടി ആയിരുന്ന മർവാൻ ഈസ കൊല്ലപ്പെട്ടതായി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാനാണ് സ്ഥിരീകരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്തിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി ഹമാസ് ഹിബ്സുള്ള നേതാക്കളിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള വ്യക്തിയാണ് ഈ മിർസാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം പറയുന്നത് നമ്മുടെ നേതാക്കൾ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ അവരുടെ രക്തം ചീന്തി എന്നാണ് ഹമാസിന്റെ ആൾക്കാർ ഇപ്പോൾ ഇയാളുടെ മരണത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പോരാത്തതിന് അബു അൽ അബ്ദുൾ, സഹോദരൻ യഹിയ സിൻവാർ, ഷെയ്ഖ് സാലിഹ് അൽ അരൂഖി, മർവാൻ ഈസ തുടങ്ങിയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഫലസ്തീനിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഇയാളെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഹമാസ് കമാൻഡർ ഈസ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുള്ളിവൻ അടക്കം പറഞ്ഞിരുന്നു. എന്തായാലും ഹമാസിന് പരിപൂർണമായിട്ടുള്ള ഒരു വെടിനിർത്തൽ നിലവിൽ വരുമ്പോഴും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തന്നെയാണ് ഹമാസിന് പറയാനുള്ളത്. ഇനി എടുത്തു പറയാനായിട്ട് ഒരു കമാൻഡർ പോലും ഇല്ലാത്ത രീതിയിലാണ് ഹമാസ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനെതിരെ ഇനി ഹമാസിന്റെ ഒരു ആയുധം ഉയർത്തണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം എന്ന് അറിയില്ല. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടായിരുന്നു ഇസ്രായേൽ 15 മാസമായി ഹമാസിന്റെ മുകളിൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം എന്ന് പറയുന്നത്. ഇനി ഗസ എന്ന് പറയുന്ന നഗരം പൂർണ്ണാവസ്ഥയിൽ എത്തണമെങ്കിൽ $100 ബില്യൺ വേണ്ടി വരും എന്നാണ് ഇപ്പോൾ പല അനൗദ്യോഗിക കണക്കുകളും സൂചിപ്പിക്കുന്നത്. 15 മുതൽ 100 വർഷം വരെയായിരിക്കും അതിന്റെ തിരിച്ചു പിടിക്കാനുള്ള, അതായത് ആ നഗരം കെട്ടിപ്പടുക്കാനുള്ള ഒരു സമയപരിധി എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.